Praise the Lord. ഒരു പ്രത്യാശയ്ക്കും ഒരു ആശയ്ക്കും വഴിയില്ല. Praise the Lord. ആഗ്രഹിപ്പാൻ ഒരു വഴിയുമില്ല. Praise the Lord. എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രികാലം ആശയ്ക്ക് വിരോധമായി ആശയോടെ എന്താണ് ഇത്? Praise God. Hallelujah. What is hope against hope? Praise God. Hallelujah. ഒരു വഴിയും ഞാൻ കാണുന്നില്ല. Praise God. എങ്കിലും ഇന്ന് രാത്രികാലം എൻ്റെ ഉള്ളിലെ ധൈര്യം ഞാൻ എന്ത് ചെയ്യുന്നില്ല? കളയുന്നില്ല, ഞാൻ നഷ്ടപ്പെടുത്തത്തില്ല. കാരണം അവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. അടുത്ത വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ നാം കാണുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 20-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ എന്ത് ചെയ്തില്ല? അവനെ അവിശ്വാസത്താൽ സംശയിച്ചില്ല. വിശ്വാസത്തിൽ അവൻ എന്ത് ചെയ്തു? ശക്തിപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഗോഡ്. ആമേൻ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, ദൈവിക വാഗ്ദത്തങ്ങൾ ഇങ്ങനെ നമ്മുടെ മേളിൽ ഇങ്ങനെ നിൽക്കുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ, ഈ ലൈറ്റ് ഇരിക്കുന്ന ഉയരത്തിൽ നമ്മുടെ വാഗ്ദത്തം ഇങ്ങനെ ദൈവം എന്ത് ചെയ്തിരിക്കുക? നമുക്ക് വേണ്ടി ദൈവം അയച്ചിരിക്കുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നാൽ നമുക്ക് അതുകൊണ്ട് എത്തിപ്പിടിക്കുവാനായിട്ട് കഴിയുന്നില്ല. നമുക്ക് ആ വാഗ്ദത്തത്തെ അവകാശമാക്കുവാനായിട്ട് കഴിയുന്നില്ല. വാഗ്ദത്തം എന്താണ് മനസ്സിലായി, വാഗ്ദത്തത എന്താണെന്നുള്ളത് ഗ്രഹിക്കാനായിട്ട് കഴിഞ്ഞു. എങ്കിലും അത് പ്രാപിക്കുവാനായിട്ട് ബന്ധപ്പാട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നാം ബന്ധപ്പെടുകയാണ്. എന്നാൽ ഇന്ന് രാത്രികാലം പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, നമ്മൾ എത്രയെല്ലാം ബന്ധപ്പെട്ടാൽ, നാം എത്രയെല്ലാം പ്രയത്നിച്ചാലും പ്രൈസ് ഗോഡ്, നമ്മുടെ ബുദ്ധിയും കൊണ്ട്, നമ്മുടെ വഴികളിൽ കൂടെ, നമ്മുടെ പ്രൈസ് ഗോഡ് വിചാരങ്ങളിൽ കൂടെ നാം എത്രയെല്ലാം വിചാരിച്ചാലും പ്രൈസ് ഗോഡ് നമുക്കത് എത്തിപ്പിടിക്കുവാനായിട്ട് കഴിയത്തില്ല. എന്നാൽ എങ്ങനെ കഴിയുന്നെന്ന് അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ആമേൻ. ഒന്ന് വേഗം വായിച്ചാട്ടെ. അവൻ വാഗ്ദത്തം ചെയ്ത പ്രവർത്തിപ്പാൻ ശക്തന് പൂർണ്ണമായി ഉറച്ചു. പിന്നെ അതുകൊണ്ട് അവനെ നീതിയായി കണക്കിട്ടു. പിന്നെ അവനെ കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ചു മാത്രമല്ല നമ്മെ വിചാരിച്ചും കൂടിയാകുന്നു. നമ്മുടെ അതിക്രമ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഏൽപ്പിച്ചും ഇരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവരിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ള ആകയാൽ തന്നെ. അവൻ എന്ത് ചെയ്തെന്നാ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവത്തിൽ വിശ്വസിച്ചു. അവിടെ എഴുതിയിട്ടുണ്ടോ? 20-ാം വാക്യം തന്നെ ഒന്നുകൂടെ വായിച്ചേ. ദൈവത്തിന് മഹത്വം കൊടുത്തെന്നുള്ളത് വിട്ടുപോയി. സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്തു? നോക്കണം. ദൈവത്തിന് അവനെ മഹത്വം കൊടുത്തു. അത് മതി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നാം മറന്നു പോകണം. ദൈവത്തിലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്തിപ്പിടിക്കുവാൻ കഴിയാത്ത പ്രൈസ് ഗോഡ് വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പൗലോസോടെ പറയുന്നത്, അവൻ ദൈവത്തിൽ എന്ത് ചെയ്തില്ല? അവിശ്വസിക്കാതെ സംശയിക്കാതെ വിശ്വാസത്തിൽ അവനെ ശക്തിപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്തു? ദൈവത്തിന് അവനെ മഹത്വം കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഗോഡ് അവൻ ദൈവത്തെ ആരാധിച്ചെന്ന. പ്രൈസ് ഗോഡ്. ദൈവത്തിന് അവൻ സ്തുതിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ടിരുന്നു. പ്രൈസ് ഗോഡ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നാം ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പ്രൈസ് ഗോഡ്, നാം ദൈവത്തെ ആരാധിച്ചു കഴിയുമ്പോൾ നാം അറിയാതെ തന്നെ നമ്മളുടെ ദൈവം അങ്ങ് ഉയർത്തിക്കൊണ്ടിരിക്കുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നാം അറിയാതെ ദൈവം നമ്മളെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ആമേൻ. നാം ദൈവത്തിന് മഹത്വം കൊടുത്തു കഴിയുമ്പോൾ വാഗ്ദത്തങ്ങളെ ദൈവം നമുക്ക് അവകാശമായിട്ട് തരും. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രികാലം അതുകൊണ്ട് ദൈവം വാഗ്ദത്തം ചെയ്തുവെങ്കിൽ ദൈവം വിശ്വസ്തനാണ്. എന്നാൽ ഇന്ന് രാത്രികാലം വാഗ്ദത്തത്തിൽ വിശ്വസിച്ചുകൊണ്ട് വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഞാൻ അവിശ്വസിക്കുന്നില്ല, ഞാൻ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് പ്രൈസ് ഗോഡ് ദൈവത്തിന് ഞാൻ മഹത്വം കൊടുക്കും. അവൻ ഒരു വിധത്തിൽ പറഞ്ഞാൽ പ്രൈസ് ഗോഡ് ആമേൻ, ഒരു വശത്ത് അവന്റെ പ്രശ്നം ഇങ്ങനെ പ്രൈസ് ഗോഡ് നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എന്തുവാ? സാറായുടെ ശരീരത്തിന്റെ നിർജീവാവസ്ഥ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇനി എങ്ങനെയാണ് പ്രൈസ് ഗോഡ് ഈ ശരീരത്തിൽ നിന്ന് ഒരു സന്തതി ഉത്ഭവിക്കുന്നത്? ഇതിങ്ങനെ സംശയിപ്പാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കാരണങ്ങളും എല്ലാം ഇരിക്കുകയിലെ തന്നെ, പ്രശ്നത്തിന് മുൻപിൽ താൻ നിൽക്കുകയിലെ തന്നെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടില്ല. കാരണം എന്തുവാ? ദൈവത്തിന്റെ പ്രോമിസ് ഇതാ അവന്റെ മുകളിൽ നിൽക്കുകയാണ്, അവന്റെ മേൽ നിൽക്കുകയാണ്, അവന്റെ മേൽ ദൈവത്തിന്റെ വാഗ്ദത്തം നിൽക്കുകയാണ്, അവന്റെ മേൽ ദൈവത്തിന്റെ ഹിതം നിറവേറ്റുവാൻ ദൈവത്തിന്റെ ഹല്ലേലൂയ ശബ്ദം, ഹല്ലേലൂയ ഗ്ലോറി, ദൈവം അവനോട് വിളിച്ച് ഇറക്കി തിരിച്ച നാളിൽ ദൈവം അവനോട് സംസാരിച്ച ദൈവിക വാഗ്ദത്തം ഹല്ലേലൂയ നിറവേറുവാൻ പ്രൈസ് ഗോഡ് ആമേൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എന്നാൽ ഇന്ന് രാത്രിയിൽ പ്രൈസ് ഗോഡ് അനേകര്
ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടും പ്രാപിച്ചിട്ടും പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ദൈവത്തിന്റെ വാഗ്ദത്തം കേട്ടിട്ടും പ്രാപിക്കാത്തതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പലപ്പോഴും പ്രൈസ് ഗോഡ് ആമേൻ ഹല്ലേലൂയ ഗ്ലോറി ടു ഗോഡ് നാം അവിശ്വസിച്ച് പോകുന്നവരാണ്. ദൈവത്തിലുള്ള വിശ്വാസം നമുക്ക് പോരാ. പ്രൈസ് ഗോഡ് നാം കൃത്രിമമായിട്ട് പ്രൈസ് ഗോഡ് ആമേൻ ഹല്ലേലൂയ ഗ്ലോറി ടു ഗോഡ് വിഷയങ്ങളെ എല്ലാം ആസൂത്രണം ചെയ്ത് മെക്കാനിക്കലായിട്ട് നാം എല്ലാം ചെയ്ത് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ ഉൽപ്പത്തി പുസ്തകം 15 പ്രൈസ് ഗോഡ് ആമേൻ ദൈവം പ്രൈസ് ഗോഡ് അബ്രഹാമിനെ പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് ആകാശത്തിലേക്ക് നോക്കാൻ പറഞ്ഞു. പ്രൈസ് ഗോഡ് ഈ നക്ഷത്രങ്ങൾ എണ്ണാൻ കഴിയുമോ? ഹല്ലേലൂയ കഴിയത്തില്ലെങ്കിൽ പ്രൈസ് ഗോഡ് നിന്റെ സന്തതി അവണ്ണമാകും. പ്രൈസ് ഗോഡ് കടലിലെ മണൽ പോലെ പ്രൈസ് ഗോഡ് നിന്റെ സന്തതി പെരുകുമെന്ന് ദൈവം അവനോട് വാഗ്ദത്തം ചെയ്തു. ഹല്ലേലൂയ ദൈവത്തിന് യാഗം കഴിച്ചാൽ നിദ്രയിൽ വെച്ച് പ്രൈസ് ഗോഡ് അല്ലെങ്കിൽ നിന്റെ സന്തതി പ്രൈസ് ഗോഡ് ഹല്ലേലൂയ അന്യദേശത്ത് 400 വർഷം പ്രൈസ് ഗോഡ് അടിമകളായിരിക്കും, എന്നാൽ അവിടുന്ന് അവരെ ഞാൻ പുറത്ത് കൊണ്ടുവരുമെന്ന് ദൈവം അവനോട് വാഗ്ദത്തം ചെയ്തു. പ്രൈസ് ഗോഡ് അവന്റെ സന്തതിയെ ദൈവം കൊടുക്കുമെന്ന് ദൈവം അവനോട് വാഗ്ദത്തം ചെയ്തു. പ്രൈസ് ഗോഡ് കനാനിൽ വന്ന് പ്രൈസ് ഗോഡ് 16-4 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു. പ്രൈസ് ഗോഡ് കനാനിൽ വന്ന് 10 വർഷം ആയി. പ്രൈസ് ഗോഡ് എന്ന് പറഞ്ഞാൽ ഊര് വിട്ട് കനാനിലേക്ക് ഇവര് എത്തിയിരിക്കുകയാണ്. 10 വർഷമായി. 10 വർഷം. പ്രൈസ് ഗോഡ് സാറായ്ക്ക് 75 വയസ്സ്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഗ്ലോറി ടു ഗോഡ്. അബ്രഹാം 85 വയസ്സ്. ഗ്ലോറി ടു ഗോഡ്. അബ്രഹാമിനോട് സാറ പറയുകയാണ് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ എനിക്ക് സന്തതി ഉണ്ടാകുകയില്ല, അതുകൊണ്ട് എന്ത് ചെയ്യണം? ഹാഗാറിൽ കൂടെ എന്ത് ചെയ്യണം? ഈ ഒരു സന്തതി ദൈവപൈതലേ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം പലപ്പോഴും നമുക്ക് നമ്മുടെ സഹിഷ്ണുത കുറവ് പ്രൈസ് ഗോഡ് നമുക്ക് കാത്തിരിപ്പാൻ കഴിയാത്തത് കൊണ്ട് പ്രൈസ് ലോർഡ് ദൈവം അരുളി ചെയ്തതിനെ നാം സംശയിക്കുന്നത് കൊണ്ട് പ്രൈസ് ലോർഡ് ഹല്ലേലൂയ പലപ്പോഴും നമ്മുടെ വാഗ്ദത്തം നിവൃത്തിയാകുവാൻ കാലതാമസം വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ശ്രദ്ധിക്കണം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അതിന് കാലങ്ങൾ മാറി നമ്മളെ നോക്കി ഇരുന്നിട്ട് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ നമുക്കത് പ്രാപിക്കുവാൻ കഴിയാതെ ഹല്ലേലൂയ നമ്മളെ അത് വിട്ടു പോകുകയാണ്. ഹല്ലേലൂയ ദൈവസന്നിധി നമ്മൾ എത്രമാത്രം അവിശ്വസിക്കുന്നു അത്രമാത്രം ദൈവം നമ്മൾ അകന്നകന്ന് ദൈവത്തിന്റെ വാഗ്ദത്തത്തോട് നമ്മൾ അകന്നകന്ന് നാം പോകുന്നതാണ് പലപ്പോഴും നമ്മുടെ ജീവിതം കണ്ടുവന്നിരിക്കുന്നത്. സംഖ്യാപുസ്തകം എടുത്താട്ട് അതിന്റെ 14-ാം അധ്യായത്തിലേക്ക് നോടി വന്നിട്ട് പ്രൈസ് ഗോഡ് ഒരു വാക്യം കൂടി നമുക്ക് വായിക്കാം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. സംഖ്യാപുസ്തകം അതിന്റെ 14-ാം അധ്യായം. ഗ്ലോറി ടു ഗോഡ് ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളെ പ്രൈസ് ഗോഡ് ആമേൻ കനാൻ ദേശം ഉറ്റുനോക്കാൻ പോയി. ഹല്ലേലൂയ ഗ്ലോറി ടു ഗോഡ്. ജനമെല്ലാം പ്രൈസ് ഗോഡ് അവിടുന്ന് മടങ്ങി വന്നു. പ്രൈസ് ഗോഡ് അതിന്റെ 34-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അവര് ദൈവത്തിൽ അവിശ്വസിച്ചതുകൊണ്ട് നോക്കണം ദൈവം അവരോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ദേശം ഒറ്റ നോക്കിയ 40 ദിവസത്തിന് എണ്ണത്തിന് ഒത്തവണ്ണം ഒരു ദിവസത്തിന് ഒരു സംവത്സരം വീതം പിന്നെ 40 സംവത്സരം എന്ത് ചെയ്തു? ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങൾ വഹിച്ച് എന്റെ അകൽച്ച നിങ്ങൾ എന്ത് ചെയ്യും? സ്തോത്രം. പ്രൈസ് ലോർഡ്. നാം ദൈവത്തിൽ എത്രമാത്രം അവിശ്വസിക്കുന്നുവോ അത്രമാത്രം ദൈവം നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അകന്നുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രികാലം ദൈവത്തോട് നാം അടുത്ത് വരണമെങ്കിൽ ദൈവിക വാഗ്ദത്തങ്ങൾ നാം പ്രാപിക്കണമെങ്കിൽ ഒന്നാമത് നാം ചെയ്യേണ്ടത് നാം അവിശ്വസിക്കരുത്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഞാൻ വിശ്വസിക്കുന്നത് അന്ന് പ്രൈസ് ഗോഡ് സാറ ഹല്ലേലൂയ ദൈവത്തിൽ അവിശ്വസിക്കാതെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നുവെങ്കിൽ പ്രൈസ് ഗോഡ് ആമേൻ അവൾ കൂടെ സന്തതിയെ ദൈവം വാഗ്ദത്തം ചെയ്തത് ദൈവം അവർക്ക് നൽകുമെന്ന് അവൾ വിശ്വസിച്ചിരുന്നെങ്കിൽ പ്രൈസ് ഗോഡ് പിന്നെ 10-14 വർഷം കൊണ്ട് വാഗ്ദത്ത സന്തതിക്ക് വേണ്ടി അവൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എങ്കിലും ദൈവം വിശ്വസ്തനാണ്. പ്രൈസ് ലോർഡ്. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പറയുന്നത് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. നാം അവിശ്വസ്തരായിട്ട് പോയാലും ദൈവം വിശ്വസ്തനായിട്ട് വാർക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ സാറ് നിന്റെ അവിശ്വസ്തതയല്ല ദൈവം നോക്കുന്നത്. എന്ന് രാത്രികാലം ഗ്ലോറി ടു ഗോഡ് ഹല്ലേലൂയ ദൈവ ശബ്ദത്തിന് വേണ്ടി കീഴ്പ്പെടുവാനിരിക്കുന്ന നമ്മൾ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ദൈവ സന്നിധിയിൽ വിശ്വസ്തരായിട്ട് നിന്നാൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഗ്ലോറി ടു ഗോഡ് കാലം വൈകിയാലും ദൈവം തന്റെ വാഗ്ദത്തം നമുക്ക് വേണ്ടി ദൈവം നിവർത്തിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. മരുഭൂമിയിലെ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഗ്ലോറി ടു ഗോഡ് 10 പേരുടെ സാക്ഷ്യ നിമിത്തം പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഇസ്രായേൽ മക്കൾ 40 വർഷം മരുഭൂമിയിൽ കൂടെ ഹല്ലേലൂയ ഉയർന്ന പ്രൈസ് ഗോഡ് ആമേൻ വാഗ്ദത്തത്തിൽ അവർ അകന്നു പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അനേകരും വാഗ്ദത്ത നാട്ടിൽ എത്തുവാൻ കഴിയാതെ മരുഭൂമിയിൽ അവർ പട്ടുപോയപ്പോൾ ഹല്ലേലൂയ അവിടെ കാലേബ് എന്ന് പറഞ്ഞ ഒരു ദൈവദാസൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ 40 വർഷം മുമ്പ് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഗ്ലോറി ടു ഗോഡ്